എന്റെ പൊന്നോ ഒന്നും പറയണ്ട കേട്ടോ. വളപ്പ് ബീച്ചിൽ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. 2 മണി കഴിഞ്ഞു. നേരെ പിന്നെ ഊണിലുള്ള ഓട്ടപ്പാച്ചിലായി. അങ്ങനെയാണ് വീട്ടിൽ ഊണെന്നും പറഞ്ഞ് നമ്മൾ കണ്ട് നേരെ വന്നപ്പോൾ ഇവിടെ നിറച്ചു ആളാണ്. ഒരു സീറ്റ് പോലില്ല. തിരിച്ചുപോയി. പിന്നെ വന്നതാണ്, ഇത് 2ാമത് വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും കറിയൊക്കെ തന്നു. ഞാൻ ഇങ്ങനെ ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേ ചേച്ചി ഒരു ബേസ് നിറച്ചും ചോറ് ഇങ്ങനെ കൊണ്ടുവച്ചു. എന്റെ റിലേ പോയി. ഞാൻ ഓർത്തു ചേച്ചി വേറെ എന്തെങ്കിലും എടുക്കാൻ പോയതായിരിക്കും, വന്ന് വിളമ്പി തരുമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുകയാണെന്ന്. എനിക്കിത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ പോലെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ സാമ്പാറാണ്. അപ്പോൾ എനിക്ക് സാമ്പാറാണ് ഇഷ്ടം. പിന്നെ സാമ്പാർ ഒഴിച്ചു. സാമ്പാർ മാത്രമാണ് നമുക്ക് ഒഴിച്ച് കറിയായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മീൻചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ വെള്ളച്ചോറ് സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കറി ചേമ്പാണോ ചേനയായിരുന്നോ എന്നെനിക്ക് മനസ്സിലായില്ല. 2 വയലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. തേങ്ങയൊക്കെ അരച്ചൊരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇത് ബീൻസ് തോരനാണ് കേട്ടോ. ബീൻസ് തോരൻ എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നു, ഒന്നും പറയാനില്ല, അതും അടിപൊളി. അങ്ങനെ ചമ്മന്തി എടുത്ത് തൊട്ട് നക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി വന്നിട്ട് ചോദിക്കുന്നു സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന്. എന്നാ ചേച്ചി സ്പെഷ്യൽ ഉള്ളതെന്ന് ചോദിച്ചപ്പോഴാണ് ഒഴുകു വറുത്തതും ഉണ്ട്, സിലോപ്പി ഉണ്ടെന്ന് പറഞ്ഞു. സിലോപ്പി വേണ്ട, ഒഴുകു വറുത്ത് മതി ചേച്ചി എന്നും പറഞ്ഞ് ഞാൻ മീൻ വരാനൊന്നും വെയിറ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ക്ഷമ നശിച്ചിരിക്കുകയാണ്. മീൻകറി ഇതാണ്, ഈ ഒരു പീസ് മീനും ഉണ്ട് അതിനകത്ത്. അങ്ങനെ പിന്നെ ഈ സാമ്പാറും എന്താ പറയുക, ഈ തോരൻ ഇതെല്ലാം അങ്ങോട്ട് കൂട്ടി ഞാൻ അങ്ങ് കഴിക്കാൻ തുടങ്ങി. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴാണ് മീൻചാറ് കൂട്ടി കഴിച്ചില്ലെന്ന് വിചാരിച്ചത്. അതിങ്ങനെ ഇത്തിരി മീൻചാറും കൂടെ ഒഴിച്ചു. ഇനി മീൻചാറ് കൂട്ടി കഴിക്കലായി അടുത്ത ഊഴം. മീൻചാറ് കൂട്ടി ഇതേ ഇങ്ങനെ എടുത്ത് കഴിച്ചു, ഒന്നും പറയണ്ട, അടിപൊളിയാണ്. അതെ, ഇത്രയും സീറ്റാണ് ഉള്ളത്. അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി ഒഴുക വറുത്തതുമായിട്ട് വന്നു. പിന്നെ ഒഴുക വറുത്തത് ടേസ്റ്റ് ചെയ്യണം. അതിനിടയ്ക്ക് ചേച്ചി പപ്പടം കൊണ്ട് തന്നായിരുന്നു കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഒഴുക വറുത്തത് എടുത്ത് കഴിച്ചു. അതും ഒന്നും പറയണ്ട, അടിപൊളി. ഈ ഒരു സബോള എടുത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ, അതിൻ്റെ ഒരു വീക്ക്നെസ്സുമാണ്. അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ചു. ക്യാഷ് കൊടുക്കാൻ ചെന്നപ്പോഴാണ് ഞെട്ടിപ്പോയി. 160 രൂപയുള്ളൂ. എന്താ ചേച്ചി 160 രൂപയുള്ളൂ, ഇത്ര വിലക്കുറവ്, ലാഭം ഒന്നും നോക്കുന്നില്ല എന്നാ ചേച്ചി പറഞ്ഞു. കയറി വരുന്ന ഒരു ഇതാണ്, റോഡ് വഴിയാണ് ഇത്. 2 സൈഡും വെള്ളമാണ്. അപ്പൊ അടിപൊളി ഊണായിരുന്നു കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ.